സംഭവത്തിൽ തല തല്ലി പൊളിച്ചു നോക്കുമ്പോ അവിടെ നിന്നൊരു അടുത്തുള്ളത് ഇവന്റെ കാറായിരുന്നു. അപ്പൊ ഇവനെ വിളിച്ചു അടുത്തുള്ള കാറിൽ ഇവനെ വിളിക്കത്തക്ക അപ്പോൾ അവിടെ പരിചയമുള്ള ആരോ ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മണവാളൻ്റെ അടുത്ത് കാറുണ്ടെന്ന് മനസ്സിലാക്കുകയും മണവാളനെ വിളിക്കുകയും മണവാളൻ അങ്ങോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ സഞ്ജയോട് ഞാൻ ഈ വ്യക്തിയെ, ഈ പാടത്തുള്ള ഒരു സഞ്ജയനെ ഒന്നും എനിക്കറിയില്ല. ഇതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നു. അപ്പോഴാണ് ഞാൻ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കാറിൽ. അപ്പോൾ എൻ്റെ വണ്ടിയുടെ മുന്നിൽ ഇവര് വീണു. ഞാൻ ഇടിച്ചിട്ടതല്ല, ഇവർ വീണു. ഓക്കെ, വേണം എനിക്ക് ഇവരെ അറിയപ്പോലും ഇവർ ആരാന്ന്. പിന്നെ ഞാൻ എന്തിനാ ഇവരെ വണ്ടി ഇടിച്ച് കൊല്ലണം? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വലം നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കി പ്ലഗനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ആ സംഭടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു സിമ്പിളും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് കയറി അങ്ങ് പോകും. അപ്പോൾ അതൊരു ചെറിയ ഉപകാരമായിട്ട് തീരും. അപ്പോൾ പറ്റുന്നവരൊക്കെ അതും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണവാളൻ മറ്റേ പോലീസ് കേസായി അറുത്തു ഈ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. പുള്ളി ഇപ്പോൾ വന്നിട്ട് ഒരു പുള്ളിയുടെ സൈഡ് ന്യായീകരിച്ചിട്ടുള്ള ഈ എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം, നൈസ് എക്സ്പ്ലനേഷൻ. പക്ഷേ എക്സ്പ്ലനേഷനകത്ത് മൊത്തവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പേ ഈ മണവാളിൻ്റെ കേസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. കേസാണേ പറയുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് പുള്ളിക്കാരൻ കുറച്ച് ആളുകളോട്ട് വഴക്കുണ്ടായി, ബഹളം ഉണ്ടാക്കി, കുപ്പിക്ക് തലയ്ക്ക് അടിയൊക്കെ ഉണ്ടായി. അതിനുശേഷം ഈ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള കുറച്ച് ആളുകളോട്ടാണ് വഴക്കുണ്ടായത്. അവരെ വാഹനമിടിപ്പിച്ചു വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ ഈ പുള്ളിക്കാരനെതിരെ കേസ് വീണു. പുള്ളിക്കാരൻ ഒളിവിൽ പോയി. 9 മാസങ്ങൾക്ക് ശേഷം പോലീസ് അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മുടി വെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സീനുകളായി. അപ്പോൾ അവരുടെ അമ്മ വന്നിട്ട് മുടി വെട്ടി, ഞങ്ങൾക്ക് പോലും അവനെ മനസ്സിലായില്ല മാന എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അവരെ അപമാനിച്ചില്ല കേട്ടോ. ഏതായാലും നമുക്ക് നോക്കാം നമസ്കാരം, യൂട്യൂബർ മണവാളനാണ്. അല്ലെങ്കിൽ എടാ മോനെ, നീ ലുക്കായില്ല, ഇതാണോ വെട്ടി നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ ഇപ്പം സുന്ദരനായി. നേരത്തെ ഉൾവരിയാൻ ലുക്കായിരുന്നു, ഇപ്പോൾ ഒരു മനുഷ്യക്കോലമായിട്ടുണ്ട്. ഇത് ഒറിജിനലാണോ വെപ്പാണോ ഒന്നും അറിയില്ല. എന്തായാലും കൊള്ളാം, ന്യൂ ലുക്ക് വാസ് ഓസം. ഇത് ആദ്യത്തെ വീഡിയോ കേട്ടോ. രണ്ടാമത്തെ വീഡിയോ ഉണ്ട്, അത് ഞാൻ പറയാം. തുടങ്ങാം, ബാക്കി പറയാം ഞാൻ. പൂരത്തിന്റെ അന്ന് ഈ കേരള കോളേജൊക്കെ മുടക്കാണ്, ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടായിരുന്നു. അവിടെ 2-3 വിദ്യാർത്ഥികൾ ചേർന്ന് അവിടെ കോളേജിന്റെ ബാക്കിൽ കുറെ കോമ്പൗണ്ട് ഉണ്ടാവല്ലോ, അതില് വിദ്യാർത്ഥികളല്ല, പൂർവ്വ വിദ്യാർത്ഥികൾ, വർഷം മുന്നേ പഠിച്ചു പോയവരാണ്, ഇപ്പം നിലവിൽ പഠിക്കുന്നവരല്ല. അവര് കോളേജിലേക്ക് വന്ന് കയറിയിട്ട് അവിടെ കോളേജിന്റെ കോമ്പൗണ്ടിൽ ഇരുന്നിട്ട് എന്തോ മദ്യപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ വേറെ FIR ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ സംഭവം ഡീറ്റെയിൽസ് ഇത് വായിച്ച് ഞാൻ കൂടുതൽ കേൾപ്പിച്ചാൽ PDF ആയിട്ട് സൈഡിൽ ഇടാം. ഇതിനകത്ത് മണവാളൻ എല്ലാത്തിൻ്റെയും FIR-ഉം FIS-ഉം എല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം മുൻഭാഗങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രസക്ത ഭാഗങ്ങളോ മാത്രം. അങ്ങോട്ടെന്താണ് ഇങ്ങോട്ടെന്താണെന്നൊന്നും അറിയത്തില്ല. FIR-ൻ്റെ ഫ്രണ്ട് പേജിൽ അറിയാത്തവർക്ക് വേണ്ടി അതിനകത്തൊരു തേങ്ങയും കാണത്തില്ല. അകത്തോട്ട് പോകുമ്പോഴാണ് ഇതെന്താണ് സൂത്രം എന്നുള്ളതുള്ളത്. അത് കാണിക്കണില്ല കേട്ടോ. പുള്ളി ഈ സാധനം എൻ്റെ ഉണ്ട്, ഇങ്ങനെ സൂത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇത് നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നിയത്. ജസ്റ്റ് ഒന്ന് ഞാൻ എന്താണെന്നുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. അവർ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു, വേറെ അവരെ കലാപരിപാടികൾ അവർ നോക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ തൊട്ട് തന്നെ ഒരു പാടുണ്ട്. ആ പാടത്തിന് തൊട്ട് ഒരു തുക്കുമാരക്കുടം കോളനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാർ കളിക്കുന്നത് ഈ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ കേരള കോളേജിന് തൊട്ടുള്ള ഈ ഗ്രൗണ്ട്. അപ്പൊ അവിടെ ഈ കുറച്ച് ഒരു 10-15 പിള്ളേർ കൂടി ചേർന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇവിടെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് ഇവിടെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ, മുന്നേ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ വന്നത് മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഇവരെ ഈ സംഭവ സ്ഥലത്ത്, ഈ ഗ്രൗണ്ടിലോ ഈ കോളേജിന്റെ ക്യാമ്പസിന്റെ ഉള്ളിലോ ഞാനില്ല. ഈ സംഭവ സ്ഥലത്തേ ഞാനില്ല. ഇവിടെ എന്നിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥികളും ഈ പാടത്തുണ്ടായിരുന്ന ഒരു പയ്യനുമായിട്ട് ഇവര് സംഘർഷം ഉണ്ടാവുകയും അവരെ ഈ പാടത്തുണ്ടായിരുന്ന ഒരു സഞ്ജയ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, സഞ്ജയുടെ FIS, അതായത് ഇതിനകത്ത് ഈ മണവാളം കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. സഞ്ജയ് എന്ന് പറയുന്ന വ്യക്തിയെയോ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പയ്യന്മാരെയോ അവിടെ ഇരുന്ന് മദ്യപിച്ച പൂർവ്വ വിദ്യാർത്ഥികളോ ആരുമായിട്ടും മണവാളിന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നാണ് മണവാളൻ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷനകത്ത് പറയുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് ഇവിടെ ഇങ്ങനെ നയിക്കുമായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ, അതായത് ഈ പൂർവ്വ വിദ്യാർത്ഥികളും ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായി. അങ്ങനെ ഒരു സഞ്ജയ് എന്ന് പറയുന്ന ആളുടെ തലയ്ക്ക് കുപ്പിക്ക് അടി കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ബാക്കി കേൾക്കാം.
അപ്പോൾ ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയെ തലക്കടിച്ചിട്ട്, അതിന്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം, തലക്കടിച്ചിട്ട് പരിക്കേൽപ്പിച്ച് തലക്ക് കുറെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റിച്ചിട്ടുണ്ട്. അവർക്ക് എതിരെയുള്ള ഈ FIR ആണിത്. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയില്ലേ, ഇപ്പൊ പഠിക്കുന്നവരല്ല, പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന വ്യക്തികൾക്ക് എതിരെയുള്ള FIR ആണ്. ഈ സഞ്ജയ് എന്നൊരു വ്യക്തിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് ഇവര് നേരെ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പൊ ഈ സഞ്ജയോട് ഞാൻ ഈ വ്യക്തിയെ, ഈ പാടത്തുള്ള ഒരു സഞ്ജയനെ ഒന്നും എനിക്ക് അറിയില്ല. ഇതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ സഞ്ജയെ അറിയത്തില്ല, അവിടെ ഉണ്ടായിരുന്ന ആരെയും മണവാളിനെ അറിയത്തില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം മണവാളൻ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ചോദ്യചിഹ്നം നമ്പർ 1, എങ്ങനെ കോണ്ടാക്ട് ചെയ്തു? അവരെ ഒന്നും അറിയത്തില്ല, പിന്നെ ഏത് തരത്തിലാണ് കോണ്ടാക്ട് ചെയ്യുന്നറിയില്ല. ഇനി അങ്ങനെ ഒരു പ്രശ്നം നടന്നപ്പോൾ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനായിട്ട് നമ്പർ തപ്പി പിടിച്ച് വിളിച്ചന്വേഷിച്ച് ചെന്ന് കോണ്ടാക്ട് ചെയ്ത് അറിഞ്ഞു എന്ന് വെച്ചോ. അങ്ങനെ ഇരിക്കട്ടെ, ബാക്കി ഞാനൂടി കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം ഇതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണമായിരുന്നല്ലോ. അതിന് ശേഷം ഞാൻ ഈ സഞ്ജയ് എന്ന വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ സഞ്ജയ് പറഞ്ഞത് അവരവിടെ ക്രിക്കറ്റ് കളിക്കായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇവർ ഫീൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിന് തൊട്ടാണ് ഒരു ചെറിയ പൊക്കുണ്ട്, അതിന് തൊട്ടായിട്ടാണ് ഇവരിരുന്ന് എന്തോ മതി. അപ്പൊ അങ്ങനെ ഒരു തോട്ടിയായിട്ട് ഇവര് ഒരു ഇവര് മദ്യപിച്ചിട്ട് ബീർ ബോട്ടിൽ എടുത്തിട്ട് തലക്കടിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. എന്നിട്ട് ഇവര് ബാഗ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരു 3 അംഗ സംഘമായിരുന്നു അവരുണ്ടായിരുന്നത്. ഒരു ഓടി 3 ആളുടെ ഡീറ്റെയിൽസ് ഇതിൽ FIR ഉണ്ട്. അപ്പൊ ഇവര് ഓടി രക്ഷപ്പെട്ടു. ഒരാൾക്ക് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിരിച്ചടിക്കാനുള്ള കലിപ്പൊക്കെ ഉണ്ടാവും. തിരിച്ചടിച്ചു, ഓടിച്ചിട്ടടിച്ചു, അതൊക്കെ നടക്കുന്ന സംഭവമാണ്. പക്ഷേ ഈ FIRൻ്റെ ഒന്നും പൂർണ്ണ രൂപം കാണിച്ചിട്ടില്ല. ഇതിനകത്ത് ഈ സഞ്ജയിനൊന്നും അറിയത്തേ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ബാക്കി പണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 പേര് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചിട്ട് ഇവര് ബൈക്കുമ്പോ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കാറിൽ. അപ്പൊ എൻ്റെ വണ്ടിയുടെ മുന്നിൽ ഇവര് വീണു. എൻ്റെ വണ്ടിയുടെ മുമ്പിൽ ഇവർ വീണു. ഞാൻ ഇടിച്ചിട്ടതല്ല, ഇവർ വീണു. ഓക്കെ, അതായത് ഇവരെ ഒന്നും അറിയത്തില്ല. പുള്ളിക്കാരൻ അതുവഴി പാസ് ചെയ്തപ്പോഴത്തേനും ഇവിടെ സൈമൾട്ടേനിയസ്ലി, അതായത് ഈ യൂണിവേഴ്സിൽ മണവാളൻ ചുമ്മാ കാറിൽ പോന്നു, ആ യൂണിവേഴ്സിൽ അവർ മദ്യപിച്ച് അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് മണവാളൻ്റെ മുമ്പിൽ കൂടെ വന്ന് വീഴുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ തെളിവുണ്ടോ? തെളിവ് കാണിക്കണ്ടോ? തെളിവുണ്ടെങ്കിൽ പറ. ഇവർ എൻ്റെ വണ്ടിയുടെ മുന്നിൽ വീണു. അപ്പൊ തന്നെ ഞാൻ സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട്. പിന്നീന്ന് ഒരു സംഘം വന്നിട്ട് ചോരലെ കുടിച്ചിട്ട് സംഘം ബൈക്കിലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അപ്പൊ ഞാൻ സംഭവം മനസ്സിലാവില്ല. ഞാൻ ഇറങ്ങി നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് വിശ്വാസമില്ല. നമുക്ക് അതിന്റെ CCTV ഫുട്ടേജ് നോക്കി നോക്കാം. ഇപ്പൊ ഈ പ്ലാൻ ചെയ്യാൻ പോണ CCTV ഫുട്ടേജ് അവിടെ പോലീസ് ആ സംഭവ സ്ഥലത്ത് നേരിൽ നിന്ന് കളക്ട് ചെയ്ത CCTV ഫുട്ടേജ് ആണ്. അപ്പോൾ അതാ ഇവിടെ ഒരു ബൈക്ക് വീഴുന്നത് കാണാം. അതിന്റെ ബാക്കിൽ തന്നെ സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തുന്ന ഒരു വണ്ടിയും കാണാം. എടാ എവിടെടേ അത്? എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ? എന്തേ ഒരു കാറും ഒരു ബൈക്കും അവ്യക്തമായി കാണുന്നുണ്ട്, അല്ലാതെ ഇതിൽ ഇടിച്ചിട്ടോ പോയിട്ടോ എന്നൊന്നും ഇതൊന്നിട്ട് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇനി മറ്റേ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണോ? എന്തെങ്കിലും അവിടെ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ക്ലിയർ ആയിട്ടുള്ള ദൃശ്യങ്ങളല്ല. ഈ മണവാളൻ ഇതിനകത്ത് കാണിക്കുന്ന സാധനങ്ങളൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ FIR കാണിച്ചാലും മുൻഭാഗം മാത്രം, FIS കാണിച്ചാലും പുള്ളി പറയുന്ന ആ ഒരു ഭാഗം മാത്രം. CCTV ദൃശ്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഭൂതക്കണ്ണാടി ഇട്ട് നോക്കിയാൽ പോലും നമുക്ക് വ്യക്തമാകാത്ത തലത്തിലുള്ള ദൃശ്യങ്ങൾ. ഇനി മറ്റേ ഇദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് പബ്ലിക് കേരളയിൽ വന്ന ഖാദർ കരിപ്പടിയുടെ വോയിസ് കാണിക്കുമ്പോൾ ആ ഒരു ഭാഗം മാത്രം, അങ്ങനെയൊക്കെയാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പണേ ഇപ്പണേ ഉള്ളത് കട്ട് ആൻഡ് തൂക്കി ദൂരേറിയൽ ആ ഒരു സെറ്റപ്പിലാണ് പുള്ളി കാണിച്ചിരിക്കുന്നത്. ബാക്കി പറ, ഈ കഥയിൽ എന്നാലും ഒരു പ്രശ്നമുണ്ട്. ഞാനപ്പോ സംഭവം വെച്ചാൽ കൊല്ലാനുള്ളൊരു ഉദ്ദേശമാണെങ്കിൽ നേരെ ഒന്നാ വണ്ടി വരുമ്പോൾ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തേണ്ട ഒരു ആവശ്യമില്ല. പിന്നാലെ പോയിട്ട് വേണമെങ്കിൽ അവരെ അവിടെ ഇടിച്ചണ്ട് കയറ്റാണ് വേണ്ടായിരുന്നു. അത് ന്യായം കേട്ടോ, അത് പുള്ളി പറയുന്ന ന്യായം. പുള്ളിക്ക് വധിക്കാനുള്ള ശ്രമമായിരുന്നെങ്കിൽ പുള്ളി ഒരിക്കലും വണ്ടി അവിടെ നിർത്തിയോ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തേണ്ട കാര്യമില്ല. അത് പുള്ളിയുടെ വണ്ടി ആണെങ്കിൽ പുള്ളി അങ്ങനെ ഇടിച്ച് പഠിച്ച് കയറ്റി പിടിച്ച് പോയനെ. ആ ബൈക്കിൽ നിന്ന് വീണ വ്യക്തികൾ കൊടുത്ത കംപ്ലൈന്റിന്റെ FIS ആണ് മൊഴിയാണിത്. ഇതിൽ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് സഞ്ജയ് കാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ അതൊരു സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. ഈ സഞ്ജയ് എന്റെ കാറിലും ഉണ്ടായിരുന്നു. എനിക്ക് ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയ പോലില്ല. ഇപ്പൊ ഇത് CCTV ഫുട്ടേജിൽ കാണാൻ ഒരു ബൈക്ക് പാസ് ചെയ്യുന്നത്, ചോരയിൽ കുളിച്ചിട്ട് ഒരാൾ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അതാണ് സഞ്ജയ് എന്ന് പറഞ്ഞ ഒരാള്. എന്റെ വണ്ടിയിൽ ഇല്ല എന്നുള്ളത് ഈ CCTV ഫുട്ടേജിൽ തന്നെ വ്യക്തമാണ്. CCTV ഫുട്ടേജിൽ ഉണ്ടാവും, പക്ഷെ വ്യക്തമല്ല. വ്യക്തമാണെന്ന് പറയല്ലേ, അങ്ങനെ CCTV ഫുട്ടേജിലുണ്ട്. അങ്ങനെ എന്തോ ഒരു അവ്യക്തമായ എന്തോ ഒരു സാധനം സംഭവിക്കുന്നുണ്ട്. അത് CCTVയിൽ വ്യക്തമാണെന്ന് മാത്രം പറയല്ലേ. അപ്പൊ ഈ മൊഴിയിൽ മനസ്സിലായി. പിന്നെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ ബാക്കിൽ വന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ പോലീസ് കോടതിയിൽ കൊടുത്തൊരു റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. പോലീസ് പരിശോധിച്ചിട്ട് ഇതിൽ എന്താണ് വണ്ടിക്ക് പരിക്ക് പറ്റിയതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് വായിച്ചു തരാം. അവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. KL 75B 1079 നമ്പർ എന്ന ഹോണ്ട യൂണിക്കോൺ മോട്ടോർ സൈക്കിൾ
മോട്ടോർ സൈക്കിളിന്റെ പൊട്ടിയ ഹെഡ്ലൈറ്റും, അതായത് വണ്ടിയുടെ ഫ്രണ്ടിന്റെ ഹെഡ്ലൈറ്റാണ് പരിക്ക് വെച്ചിട്ടുള്ളത്, നോട്ട് ദ പോയിന്റ്. പിന്നെ വൈസറിന്റെ ഭാഗങ്ങൾ ഈ കേസിന്റെ തെളിവിലേക്കായിട്ട് ബന്ധവസിലെടുത്തു. അതായത് അവർ തെളിവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഫ്രണ്ടിത്തെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്, ഫ്രണ്ട് ഹെഡ്ലൈറ്റിന്റെ വൈസർ പൊട്ടിയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പരിക്കണമെന്ന് നോക്കി നോക്കാം. പരിശോധിച്ചിട്ട് ഇത് മണവാളൻ ആ വണ്ടിയുടെ എടുത്തൊരു ഫോട്ടോയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്നതിനകത്ത് ന്യായമുണ്ട്. പുറകിൽ നിന്ന് ഇടിക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ഈ വാഹനത്തിൻ്റെ പുറം ഭാഗത്ത് പരിക്കുകൾ പറ്റും. കാരണം പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അത്യാവശ്യം ബെഡാ ബൈക്കാണ്, ബെഡാ ഒരു വാഹനമാണ്. അപ്പോൾ ഇങ്ങനെ ഇടിക്കുമ്പോഴത്തേനും തീർച്ചയായിട്ടും അതിന് കേടുപാടുകൾ സംഭവിക്കും. പക്ഷേ അത്തരത്തിൽ യാതൊരു കേടുപാടുകളും സംഭവിച്ചതായിട്ടില്ല. മുൻവശത്താണ് പ്രശ്നങ്ങളുള്ളത്. ഒരു വണ്ടിയെ പുറകിൽ നിന്ന് ഇടിക്കുമ്പോൾ തീർച്ചയായിട്ടും ആഘാതം ഉണ്ടാകും. ഇത് മാത്രമല്ല, ഇങ്ങനെ ഇടിക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഇടിച്ച മണവാളൻ്റെ വണ്ടിക്കും പ്രശ്നങ്ങളുണ്ടാകും. രണ്ടിലെ പെയിൻ്റൊക്കെ വെച്ചിട്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഏതായാലും അതൊക്കെ പോലീസ് കണ്ടൊക്കെ പിടിക്കട്ടെ. ഇനി ബാക്കിയും കൂടെ കേൾക്കാം. ഒരു വണ്ടി ഇപ്പോൾ ഇടിച്ച് കൊല്ലണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വ്യക്തികളോട്, ഈ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ വ്യക്തികളോട് എന്തെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വേണം. എനിക്ക് ഇവരെ അറിയപ്പോലും ഇവർ ആരാണ്. പിന്നെ ഞാൻ എന്തിനാ ഇവരെ വണ്ടി ഇടിച്ച് കൊല്ലണം? അതാണ് ഞാനും ഈ ആലോചിക്കുന്നത്. ഇവരൊന്നും അറിയത്ത് പോലും ഇല്ല, ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഇവരുമായിട്ട് യാതൊരു വിധത്തെ തോട്ടി പിടിച്ചിട്ടില്ല. ആ സമയത്ത് താങ്കളെ പ്രദേശത്തൊന്നുമില്ല. പിന്നെ എന്തിന് താങ്കളെ ഈ കേസിൽ പോലീസ് പെടുത്തണം? പോലീസ് ഇതിനകത്ത് താങ്കളെ പെടുത്താൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കളുടെ കൂടെ ഉള്ളവരെല്ലാം ഈ പ്രശ്നം വന്നപ്പോഴത്തേനും പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. നിങ്ങൾ മാത്രം ലുക്കൗട്ട് നോട്ടീസ് കിട്ടുന്നത് വരെ ഒളിവിൽ പോയി. ഒളിവിൽ പോയി എന്ന് പോലീസ് അവകാശപ്പെടുന്നു. മണവാളൻ രണ്ടാമത്തെ വീഡിയോയിൽ ഈ ഒളിവിൽ പോക്ക് കേസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനൊരു സമയത്ത് തീർച്ചയായിട്ടും പോലീസ് താങ്കളുടെ മേൽ കലിപ്പുണ്ടാവും. ഇത്രയും നാളായിട്ട് പിടിക്കാൻ പറ്റാത്തപ്പോൾ സ്വാഭാവികമായിട്ടും മേളിൽ നിന്നുള്ള പ്രശ്നം കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ പിടികൊടുക്കാത്തത് മേ ബി മുൻകൂർ ജാമ്യമൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഇനി നമ്മൾ ബാക്കി കാണാം. ബാക്കി ഇതൊക്കെ ചോദ്യമാണ്, ഇക്കനെ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അല്ലെങ്കിൽ പിന്നെ മുന്നേ നടന്ന ഈ സംഘർഷത്തിൽ ഈ ഗ്രൗണ്ടിലോ ഈ കോളേജിന്റെ ആ കോമ്പൗണ്ടിലോ ഞാൻ ഉണ്ടാവണം. അവിടെ ഞാനില്ല. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് വ്യക്തി വൈരാഗ്യം വരുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. സമയം ഞാൻ പെട്ടുപോയി. ഓക്കെ, പുള്ളിക്കാരൻ പെട്ടുപോയി എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിനകത്ത് തീർച്ചയായിട്ടും ഒരു യാഥാർത്ഥ്യം ഉണ്ടാകാം. കാരണം ഈ പുള്ളിക്കാരൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ സമയത്ത് ആ ഒരു പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ CCTV ഫുട്ടേജുകളൊക്കെ ക്ലിയർ ആയിട്ടൊരു പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ശരിക്കും ഇടിച്ചോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. സഞ്ജയ് വണ്ടിയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതെല്ലാം പോലീസ് തെളിയിക്കട്ടെ. ഏതായാലും ഇദ്ദേഹം പറയുന്ന പ്രകാരം ഇതൊക്കെ സത്യമാണ് എന്ന് നമുക്ക് മുഖവരയ്ക്ക് എടുക്കാം. അങ്ങനെ നോക്കുമ്പോഴത്തേനും പിന്നെ ഇന്നലെ വന്ന എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത്, ഞാൻ ഒളിവിൽ പോയിട്ടില്ല, ഞാൻ ബാംഗ്ലൂർ ഇന്ന ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നടത്തുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടാകുന്നൊരു സാഹചര്യം വരെ വന്നിട്ട് നിങ്ങളെ പിടിക്കാൻ പറ്റാത്തത് പോലീസിൻ്റെ ഒരു പോരായ്മയായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നു. അതുമാത്രമല്ല, ഈ ലുക്കൗട്ട് നോട്ടീസ് എത്തുന്നവരെ നിങ്ങളെ ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്തതാണ് നിങ്ങളെ ഇത്രയും ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചത്. പിന്നെ ഈ മുടിവെട്ട് കേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ ജയിലിൻ്റെ മുമ്പിൽ വെച്ച് കാണിച്ച, നിങ്ങളുടെ അച്ഛനും കൂടെ കാണിച്ച ഷോ ഓഫ് പ്രകാരമാണ് നിങ്ങളെ പോലീസ് അറഞ്ചം പുറഞ്ചം പണിഞ്ഞത്. ഇനി ഇതല്ല എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത്. പുള്ളി ഒരു കഥ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഈ സഞ്ജയോ ഇവരെ ഒന്നും അറിയത്തില്ല, അവിടെ എന്തോ ഒരു മദ്യപാനവും തല്ലും ബില്ലും ഒക്കെ നടക്കുന്നു, ഇവർ ഓടുന്നു, തലേ രക്തമായിട്ടൊരുത്തം ബൈക്കിൻ്റെ പുറകെ ഇരുന്ന് പോകുന്നു. ആ ബൈക്ക് മണവാളൻ എങ്ങോട്ടോ പോയപ്പോൾ മണവാളിൻ്റെ മുമ്പിൽ വന്ന് വീഴുന്നു. മുമ്പിൽ വന്ന് വീണപ്പോഴത്തേനും ഞാൻ വള്ളി പിടിക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും അവിടുന്ന് സ്കൂട്ടാവുന്നു, എനിക്കിവരെ ആരെയും അറിയത്ത് പോലുമില്ല. ഇതാണ് മണവാളൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ. ഇനി മണവാളൻ്റെ മുടി വെട്ടിയ സമയത്ത് മണവാളൻ്റെ മാതാപിതാക്കൾ പറയുന്ന എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേട്ട് നോക്കാം. മറ്റൊരുത്തന്റെ ബീർ കുപ്പി കൊണ്ട് മദ്യപിച്ചിട്ട് ബീർ കുപ്പി കൊണ്ട് തല തല്ലി പൊളിച്ചു. ആ ഒരു ഗ്രൗണ്ടില് തൃശ്ശൂർ കേരള കോളേജിന്റെ സമീപത്തുള്ള ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള സംഭവമായിരുന്നു. ആ സംഭവത്തിൽ തല തല്ലി പൊളിച്ചു നോക്കുമ്പോ അവിടെ നിന്നൊരു അടുത്തുള്ളത് ഇവന്റെ കാറായിരുന്നു. അപ്പൊ ഇവനെ വിളിച്ചു അടുത്തുള്ള കാറിൽ ഇവനെ വിളിക്കത്തക്ക അപ്പോൾ അവിടെ പരിചയമുള്ള ആരോ ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മണവാളൻ്റെ അടുത്ത് കാറുണ്ടെന്ന് മനസ്സിലാക്കുകയും മണവാളനെ വിളിക്കുകയും മണവാളൻ അങ്ങോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ മണവാളൻ പറഞ്ഞത് എനിക്കവിടെ നിന്ന് ഒരു മനുഷ്യനെ അറിയത്തില്ല, ഞാൻ ചുമ്മാ അതിലെ പാസ് ചെയ്തപ്പോൾ ഇവർ മുമ്പിൽ വന്ന് വീണെന്നാണേ. ബാക്കി ഇവൻ ആ സംഭവം നടക്കുമ്പോഴല്ല, ഈ പയ്യനെ തല തല്ലി പൊളിച്ച പയ്യനല്ല കിട്ടിയിട്ടുള്ള പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാറായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. സഞ്ജയ് തല്ല് കിട്ടിയ സഞ്ജയ് എന്ന് പറയുന്ന പയ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ടാണ് മണവാളൻ അവിടെ ചെന്നത് എന്നാണ് മണവാളൻ്റെ പിതാശ്രീ വന്നിരുന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് നിങ്ങളുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത നിങ്ങളുടെ നമ്പർ ശൂന്യാകാശത്തു നിന്ന് എടുത്തിട്ട് ഇതിലൊരാൾ വിളിച്ചു. അപ്പോൾ ഈ ശൂന്യാകാശത്തു നിന്ന് എടുത്ത് വിളിച്ചപ്പോഴത്തേനും അത് മണവാളൻ്റെ ഫോണിൽ വന്നു. മണവാളൻ ഒരു രക്ഷകനെ പോലെ, സൂപ്പർമാൻ പോലെ രക്ഷിക്കാനായിട്ട് അവിടെ ചെന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി
എന്നിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ മറ്റൊരു മദ്യപിച്ചിട്ട് വീണ്ടും വണ്ടിമേ രക്ഷപ്പെടാൻ നോക്കിയായിരുന്നു. ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ വഴിക്ക് ഇവർ യാദൃശ്ചികമായിട്ട് ഇവരും വണ്ടി സ്പീഡിലെടുത്തു, ഇവര് കാലെ തട്ടി വീണു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ മണവാളം പറഞ്ഞ കഥയ്ക്കകത്ത് സഞ്ജയ് മണവാളിൻ്റെ കാറിലല്ല, ബൈക്കിൻ്റെ പുറകിലാണ്. കാനയിൽ തട്ടി വീണു. അപ്പോൾ എന്തോ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ മണവാളം പറയുന്ന റോഡിൽ മുമ്പിൽ വന്ന് തെന്നിയടിച്ച് വീണു എന്നുള്ളതാണ്. സോ ഇതിനകത്ത് തന്നെ എന്തോ പ്രശ്നങ്ങളുണ്ട്. അതായത് മേ ബി മണവാളൻ സ്വാഭാവികമായിട്ടും അയാളെ വെളുപ്പിക്കാനേ അദ്ദേഹം നോക്കത്തുള്ളൂ. ഒരു പക്ഷേ അച്ഛനുമായിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി കാണത്തില്ല. പക്ഷേ അങ്ങനൊരു വ്യക്തത ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ അച്ഛൻ ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞ കഥ രണ്ടാണ്. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾ സഞ്ജയ് ഇതിന് ശേഷം കണ്ടിട്ടോ മിണ്ടിയിട്ടൊക്കെ ഉണ്ട്. സോ ഇതിനകത്ത് എന്തോ ഒരു നിഗൂഢത ഒളിച്ചിരിപ്പുണ്ട്. ഈ നിഗൂഢത എന്താണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. അത്രേ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്ത് പറയാൻ, ഏതായാലും അച്ഛൻ്റെയും മകൻ്റെയും വാദങ്ങൾ രണ്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കി അച്ഛൻ അന്നത്തെ ഈ ഷോ ഒഴിവാക്കിയിരുന്നെങ്കിൽ മകൻ്റെ ഇന്നത്തെ ഈ ഷോ നമ്മൾ വിശ്വസിച്ചേനെ. സോ രണ്ട് ഷോയും ഞാൻ വിശ്വസിക്കുന്നില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അത് ശരിയായ രീതിയിൽ പുറത്തു വരട്ടെ. മണവാളൻ നിരപരാധിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നീതി ലഭിക്കട്ടെ. മണവാളൻ്റെ സൈഡിൽ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കട്ടെ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. മറ്റൊരു ആയിട്ട് കാണുന്നവരെ ബൈ.